അഡ്വക്കേറ്റ് പ്രമോദിലേക്ക് പോകുകയാണ്. അഡ്വക്കേറ്റ് പ്രമോദ്, ഇപ്പോൾ IC ബാലകൃഷ്ണനെതിരെയാണ് വളരെ ഗുരുതരമായ ആരോപണം പുറത്തു വന്നിരിക്കുന്നത്. IC ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം പലരിൽ നിന്നും വൻ തുകയാണ് ഈ DCC ട്രഷറർ വാങ്ങിച്ചെടുത്തത്. അതിൻ്റെ ഉടമ്പടി പുറത്തു വരികയാണ്. പലരിൽ നിന്നുമായി പണം കൈപ്പറ്റിയതിൻ്റെയൊക്കെ ഉടമ്പടി പുറത്തു വരികയാണ്. മാത്രവുമല്ല KPCCക്ക് അദ്ദേഹം ഈ പണം ഈടാക്കി തരണം, IC ബാലകൃഷ്ണനിൽ നിന്നും പണം ഈടാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയക്കുന്ന സാഹചര്യമുണ്ടായി. യഥാർത്ഥത്തിൽ IC ബാലകൃഷ്ണൻ മാത്രമല്ലല്ലോ, ഈ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും ഈ മരണങ്ങൾക്ക് ഉത്തരവാദിയല്ലേ? ഇതില് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ ഈ മരിച്ച വ്യക്തി ഇതിനു മുമ്പ് ഒരു പരാതി കൊടുത്തിരിക്കുന്നു. ഇദ്ദേഹം MLA നിർദ്ദേശപ്രകാരമാണ് ഓരോ ഈ പറയുന്ന ഉദ്യോഗ വേണമെന്നുള്ള ആഗ്രഹമുള്ള കാൻഡിഡേറ്റ്സിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിരുന്നത് എന്ന് പറയുമ്പോ തന്നെ അതില് ഈ പറയുന്ന കോൺഗ്രസിന്റെ ഈ തലമുതിർന്ന നേതാവായ MLA പങ്ക് വ്യക്തമാണ്. ഇതിലെ ഒരു കാര്യം എന്താ വെച്ചാൽ സംസ്ഥാന സർക്കാർ അവരിതിൽ പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്യണ്ടേ? ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവര് രജിസ്റ്റർ ചെയ്യണ്ടേ? അവരെന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നില്ല? അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വയനാട്ടിൽ കോൺഗ്രസിന്റെ സൊസൈറ്റി, തൃശ്ശൂര് വന്നാൽ ഇരിഞ്ഞാലക്കുട വന്നാൽ CPM-ന്റെ, കട്ടപ്പനയിൽ പോയാൽ അതും ലെഫ്റ്റ് ഗവൺമെന്റിന്റെ, ഇവര് തമ്മിലുള്ള ഒരു എന്താ പറയാ സെറ്റിൽമെന്റുകളാണ് ഇപ്പൊ നടക്കുന്നത്. അല്ല സാധാരണക്കാരുടെ പണം അത് തിരിച്ചു കിട്ടുന്ന നടപടികൾ അതിന് സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു? വയനാട്ടിലെ പോലീസ് ഇതിന് നടപടി എന്തെങ്കിലും എടുത്തോ? ഇങ്ങനെ പരാതി കിട്ടിയാൽ ആളുകളുടെ പരാതി, ഇപ്പൊ ഈ പറയുന്ന ജോലി വാഗ്ദാനം ചെയ്യരുത്, അത് എല്ലാ സൊസൈറ്റിയിലും ഉണ്ട്. നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. UDF ഭരിക്കുന്ന സൊസൈറ്റികളിൽ അവരുടെ ഉന്നത നേതാക്കളുടെ ബന്ധുക്കൾക്കായിരിക്കും കൂടുതൽ സ്ഥാനം. LDF ഭരിക്കുന്നവിടെ അത്. ഞാൻ ഇനി ഇതിലൊരു കാര്യം കൂടി പറയാം. ഈ രണ്ടും വിട്ടിട്ട് ഇപ്പൊ BJPയുടെ അദ്ദേഹമാണ് സംസാരിച്ച്, ഞാൻ ആദ്യപടി എന്നുള്ള നിലയ്ക്ക് അതൊന്ന് പറഞ്ഞു നിർത്തുന്നു. ഈ പറയുന്ന കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ ഈ അഴിമതികൾ പുറത്തു വന്നപ്പോൾ ഇപ്പൊ പുതിയതായിട്ട് തഴച്ചു വളരുന്ന ഒരു സാധനമുണ്ട്, മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണ്. അതിലും ഈ പറയുന്ന പോലെ വെട്ടിപ്പുകൾ വരുന്ന ആളുകളിൽ പുറത്തു വരും. അപ്പൊ ഇതില് ആദ്യത്തെ കാര്യം എന്താ, ഇവിടുത്തെ സഹകരണ പ്രസ്ഥാനം കൺട്രോൾ ചെയ്യുന്ന ഒഫീഷ്യൽസ് ഉണ്ട്, അവരെന്തുകൊണ്ട് ഒരു നടപടി സ്വീകരിക്കുന്നില്ല? എല്ലാ വർഷവും ഓഡിറ്റും ബാക്കിയുള്ള കാര്യങ്ങളും നടക്കുന്നതാണ്. അവിടുത്തെ അപ്പോയിന്റ്മെന്റുകൾ അത് നിയമം തെറ്റിച്ചുകൊണ്ടാണോ? ഇതൊക്കെ പരിശോധിക്കണ്ടേ? ഇത് പരിശോധിച്ച് ഇപ്പൊ ഭരിക്കുന്നത് ആരാ? കഴിഞ്ഞ 9 കൊല്ലമായി ഭരിക്കുന്നത് LDF ആണ്. അവർക്ക് കൃത്യമായിട്ട് ഇപ്പൊ UDF-ന്റെ ആയിക്കോട്ടെ, ഈ പറയുന്ന ബാങ്ക് UDF-ന്റെ ബാങ്കാണ് വയനാട്ടിലെ, സമ്മതിച്ചു. അവര് എന്തുകൊണ്ട് LDF-കാരിൽ നടപടി എടുക്കുന്നില്ല? കാരണം നടപടിയെടുത്താൽ അടുത്തത് വരുമ്പോഴും നടപടി എടുക്കേണ്ടി വരും. അത് LDF-ന്റെ ആയി മാറും. ഇതാണ് ഇവര് തമ്മിലുള്ള ഒരു എന്താ പറയാ അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ്. ഈ മരിച്ചവർക്ക് പണം നഷ്ടപ്പെട്ടവർക്കും അവർക്ക് പോയി, ഇവർക്ക് ആർക്കും ഒരു നഷ്ടം പറ്റില്ല. അപ്പൊ ഇതില് കൃത്യമായ നടപടി ആദ്യം കൈക്കൊള്ളുന്നത് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ കൺട്രോൾ ചെയ്യുന്ന ഈ സൊസൈറ്റികളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒഫീഷ്യൽസ് ആണ്. അവര് വായടച്ചിരിക്കും. ഇപ്പൊ ഭരണത്തിൽ ആരാണോ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും മേലുദ്യോഗസ്ഥരായിട്ടിരിക്കുന്നത്. അവരൊരു അക്ഷരം ഇണ്ടില്ല. കാരണം ഇതെന്താ വിഷയം? വയനാട്ടിൽ ഇതിനെ നടപടിയെടുത്താൽ കട്ടപ്പനയിൽ LDF-നെതിരെ വരും. അപ്പൊ ഇത് ജനങ്ങൾ എന്നും മണ്ടന്മാരാണ്. അപ്പൊ ഞാൻ എന്നും പറയാറുണ്ട്, കേരളം വിദ്യാഭ്യാസം കൊണ്ട് ഗംഭീരം, ഭയങ്കര ബുദ്ധിമാന്മാര് എല്ലാം ആണ്. പക്ഷെ ഇതുപോലത്തെ മണ്ടത്തരങ്ങളിലെ ചെന്ന് ചാടുന്നു. കാരണം ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ടാണ് ഓരോരുത്തർ പൈസ കൊടുക്കുന്നത്. ഈ ഇവിടെ നാട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അവിടെയും ഈ തട്ടിപ്പ് വന്നാൽ എന്ത് ചെയ്യും? കോൺഗ്രസിന്റെ മെയിൻ ആളുകളല്ലേ ഈ പറയുന്ന MLA മോശക്കാരനാണ്. അദ്ദേഹം അവിടുത്തെ മെയിൻ തലമുതിർന്ന നേതാവ്, അദ്ദേഹം നോ കമന്റ്സ് ഇതുവരെ